ഹലോ ഹായ് നമസ്കാരം, ജാക്സനാണ്. ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരിക്കലും ആരെയും നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്. അത് ഔദാര്യത്തിൽ കിട്ടേണ്ട ഒരു സാധനമല്ല. ഈ സരസ്വതി ദേവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഇന്ന് നിൽക്കുന്ന കോളേജ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരാണ്. നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങളുടെ എൻറ്റയർ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ 15 വർഷം മുന്നോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഞാൻ ഏത് കോഴ്സ് പഠിച്ചാലാണ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് കോഴ്സ് പഠിച്ചാൽ എനിക്ക് ഏത് ജോലിയാണ് കിട്ടുന്നത്, ഞാൻ അത് കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോയാലാണ് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യത്ത് എനിക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ നൽകുന്ന ഈ ഒരു ഇടം, ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നത്, ഞാൻ അവിടുത്തെ ഒരു ഗസ്റ്റായിട്ട് വന്ന് ഈ പ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരുപാട് അഡ്മിഷൻസ് ചെയ്യാറുണ്ട് പല കോളേജുകളിൽ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മൊത്തത്തിലെടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് MBA ആയിക്കോട്ടെ, BCA ആയിക്കോട്ടെ, ഇൻ്റഗ്രേറ്റഡ് BCA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതൊരു കോഴ്സും നേഴ്സിംഗ് മുതൽ MBBS വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ പറയുന്നത് നിങ്ങൾ പാരൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യം, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം നോക്കേണ്ടത്? അവരുടെ അഫിലിയേഷൻ, അവർക്ക് ഫീസ് സ്ട്രക്ചർ, അവിടെ മലയാളി കുട്ടികളുണ്ടോ, അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അവിടുത്തെ മെസ് ഫെസിലിറ്റീസ്, ഓവറോൾ നമ്മുടെ കുട്ടികൾ പോയാൽ അവിടെ സുരക്ഷിതരാണോ, നമ്മൾ അവിടെ പോയാൽ നമുക്ക് നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ സാധ്യതകളുണ്ടോ, നമുക്കവിടെ എൻജോയ്മെൻ്റ് എന്ന ഫാക്ടറുണ്ടോ. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കാൻ മാത്രമല്ല നമ്മൾ പോകേണ്ടത്, നമ്മുടെ എൻ്റയർ കരിയറിനെ നമ്മൾ മികച്ചതാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നല്ലത് കിടക്കണം. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ എൻറ്റയർ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, നമ്മുടെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഭാഷാ പരിജ്ഞാനം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻറ്റയർ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ചേഞ്ചസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ അങ്ങേയറ്റം കൊണ്ടുവരേണ്ട ഒരു മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഫാക്ടറിലും നിങ്ങൾ നോക്കുവാണ്, നിങ്ങളുടെ കുട്ടി ഒരു പാരൻ്റ് എന്ന നിലയിൽ നോക്കുവായിക്കോട്ടെ, കുട്ടിയുടെ നിലയിൽ നോക്കുന്നവരായിക്കോട്ടെ, എൻ്റെ കുട്ടി അവിടെ പോയാൽ സുരക്ഷിതയാണ്, ആ ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ എൻ്റെ സർട്ടിഫിക്കേഷൻസ്, ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മൾട്ടി കണക്ഷൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റ് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ, അതിവിടെയുണ്ട്. എനിക്ക് ലാംഗ്വേജ് ഗ്രോത്ത് ഉണ്ടാവും, അത് നിങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഓവറോൾ നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്സ്, ഇതെല്ലാം ഇവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു കോളേജിനകത്ത് തരുന്ന ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ കോളേജിനെ വിലയിരുത്താൻ പറ്റും. ഒരു കോളേജ് നൽകുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു കോളേജ് നൽകുന്നത് എൻറ്റയർലി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് കൂടിയാണ്. നിങ്ങൾക്ക് തരുന്നത്, ഞാൻ ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയുടെ ഇതിനകത്ത് വരുന്നതല്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ആ ഒരു ബോഡി കാണാൻ പറ്റും, ദ 10 വൈറ്റൽ ബെനിഫിറ്റ് ഓഫ് സ്വിമ്മിങ്. ഒരു കുട്ടി ഇവിടെ വന്ന് പഠിക്കുമ്പം, അല്ലെങ്കിൽ ആ ഒരു കുട്ടി ഇവിടെ വന്ന് സ്വിം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ മെൻ്റലി കൊടുക്കേണ്ട ഒരു ഗ്രോത്ത് ഉണ്ടല്ലേ. സ്വിം ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്, ബെനിഫിറ്റ്സ്, വാട്ട് ഈസ് എനിക്ക് ഇവിടെ വന്ന് പഠിച്ചാൽ എന്താ കിട്ടുന്നതെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എൻറ്റയർലി അവർക്ക് ഇവിടെ ഒരു സ്വിമ്മിംഗ് ഫെസിലിറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു ഗോൾ സെറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയറിൽ ഒരു ബെസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം? അതിന് ഞാൻ പറയുന്ന ആദ്യത്തെ ഉത്തരം, LKG മുതൽ MBBS വരെ എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ അവർ എത്രത്തോളമാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് 7 മുതൽ 8 കിലോമീറ്റർ ദൂരം, നമ്മുടെ നോർമൽ റെയിൽവേ സ്റ്റേഷൻസ്, ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരം, നിങ്ങൾ അവിടെ ഒരു ബസ് എടുത്ത് കഴിഞ്ഞാൽ വിത്തിൻ 10 to 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ റീച്ച് ചെയ്യാനും പറ്റും. അതിനോടൊപ്പം തന്നെയാണ് കോഴ്സസിൻ്റെ അഫിലിയേഷൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും ബെറ്റർ അഫിലിയേഷൻസ്. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ ക്യാമ്പസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, മെസ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതിനോടൊപ്പം നൽകുന്ന മറ്റെല്ലാം ഏറ്റവും ബെറ്റർ അക്കാഡമിക്സ്, ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് BCA ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, BCA ഇൻ്റഗ്രേഷൻസ് ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, നിങ്ങൾക്ക് നഴ്സിംഗ് ആയിക്കോട്ടെ, അലൈഡ് സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി ഡിപ്ലോമ ഇൻ MLT അല്ലെങ്കിൽ ഡയാലിസിസ്, ഇങ്ങനെ ഏത് കോഴ്സ് നിങ്ങൾ നോക്കിയാലും ഇൻ എ സിംഗിൾ ക്യാമ്പസ്. നിങ്ങളുടെ വീട്ടിൽ +2 പഠിച്ചു കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ട്, ഒരാൾക്ക് എഞ്ചിനീയറിംഗ് എടുക്കണം, ഒരാൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കണം, 2 പേർക്കും ഒരേ കോളേജിൽ ഒരേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായി വരുന്ന കുട്ടികൾക്ക്, കൂട്ടമായി വരുന്ന ഫ്രണ്ട്സിന്, കൂട്ടമായി വരുന്ന ഒരേ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒരേ കോളേജിൽ പല കോഴ്സുകൾ ഒരേ സമയം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകളും അതിനോടൊപ്പം തന്നെ അവിടുത്തെ ക്യാമ്പസ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പാരൻസിനുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഞാൻ എൻ്റെ കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആഹാരത്തിനെ പറ്റിയുള്ള അവരൊരു കൺസേൺ. സ്വാഭാവികമായി നമ്മുടെ കേരളത്തിലെ പാരൻസിനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് വളർത്തുന്ന അവരുടെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവിടുത്തെ ആഹാരം, എൻ്റെ കുട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് നല്ല ആഹാരം കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുന്നിടത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കുന്നതെല്ലാം നമുക്ക് വെളിയിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ല. പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ മെച്യൂർഡായിട്ട് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്താഗതിയിൽ. ഒരു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പ്രായോഗികമായിട്ട് പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ ലോകത്തിൻ്റെ ഏത് ചുറ്റുപാടുകളിൽ പോയാലും അവന് നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യം, ഏതൊരു രീതിയിലും ഏതൊരു സർക്കംസ്റ്റാൻസസിലും അവൻ്റെ ടോട്ടൽ ഓവറോൾ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് മാൻഡറ്ററി ആയിട്ട് എല്ലാവരും ഒരു 1 ഇയർ to 2 ഇയർ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹോസ്റ്റൽ ജീവിതം മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റും. നമ്മൾ പറയാറുണ്ട് ഒരാളുടെ സാഹചര്യം അറിയണമെങ്കിൽ ഒരാളുടെ ചോറ്റുപാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെയാണ് ഹോസ്റ്റലിൽ 5 പേരുടെ കൂടെയും 10 പേരുടെ കൂടെയും സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ഒരുപാട് പുതിയ ചിന്താഗതികളിലേക്ക് വഴി നീക്കും. അപ്പോൾ ഒരു കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് അവിടുത്തെ മെസ്സും അതുപോലെ തന്നെ ഫുഡും ഒക്കെ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബെറ്റർ എൻവയോൺമെൻ്റ് ആണ്, ഹെൽത്തി ഫുഡ് നൽകുന്ന അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രിമൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പാനിക്കാവേണ്ട ആവശ്യമില്ല. അത് ഇത് കാണുന്ന കുട്ടി ആയിക്കോട്ടെ, പാരൻ്റ് ആയിക്കോട്ടെ, എനിവൺ ക്യാൻ. ജഡ്ജ്മെൻ്റൽ ആകാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഒരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പം നമ്മളവിടുത്തെ കരിക്കുലം, ഓവറോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ്, അതായിരിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എനിക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ എത്ര ദിവസം ചിക്കൻ ബിരിയാണി കിട്ടും, എനിക്ക് ആഴ്ചയിൽ എത്ര ദിവസം മീൻകറി കിട്ടും എന്നുള്ളതല്ല ദ ഫാക്ടർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് എൻറ്റയർ സിസ്റ്റത്തിൽ എനിക്ക് അവിടുന്ന് എന്തൊക്കെ കിട്ടും. ആപ്റ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇനി അവിടെ പഠിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികളോട് നമുക്ക് ചോദിക്കാം. എനിക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. ലൈവായിട്ട് വിത്തൗട്ട് എഡിറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അക്കാഡമിക്സ് എങ്ങനെയുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയുണ്ട്, മെസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100% തൃപ്തിപ്പെടുത്താൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മലയാളി പിള്ളേരുണ്ട്, നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. നിങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും അക്കാഡമിക്സ് എങ്ങനെയുണ്ട്? നല്ലതാണ്.